ഹലോ ഗായ്സ്, നമ്മളൊന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെസ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഐറ്റം ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് ഗൂഗിൾ എടുക്കണം. അത് കഴിഞ്ഞ് ORG അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ലേൺ ചെസ് അടിക്കണം. അപ്പം നമുക്കിങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം ചെയ്യുകയാണ്. വേണ്ട നമ്മുടെ ആദ്യമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയി. അടുത്ത സ്റ്റേജിലോട്ട് പോവാം. നെക്സ്റ്റ് ബിഷപ്പ്, അങ്ങനെ നമുക്ക് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വേണ്ട ഈ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇടത്തുള്ളത്. മൊത്തത്തിൽ അങ്ങനെ നമ്മുടെ സ്റ്റേജ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്യൂൺ ബിഷപ്പ് പ്ലസ് റൂക്ക് ഈസ് ക്യൂൺ, അങ്ങനെയാണ് ഇതിനകത്ത് കാണിച്ചത്. നമുക്കെന്നാൽ ഗായ്സ്, അപ്പം നമ്മുടെ ബാക്കിയുള്ള മിഷൻ എല്ലാം ചെയ്യാൻ പോകുന്ന ജിത്തു ആണേ. ഞാൻ ഇപ്പം വരാം. എന്നാ ബാക്കിയുള്ളതെല്ലാം ജിത്തുക്കുട്ടൻ ചെയ്യാൻ പോവാ. ഞാൻ വന്നു. കാരണം നമ്മളെവിടെയാണ് ചെയ്തത്? ജിത്തു നീ ഇവിടെ വരെയല്ലേ ചെയ്ത്? ഇവിടെ വരെയോ? അല്ല, ഇവിടെ വരെയാണോ? ഗായ്സ്, ഇതാണ് ചെയ്തു വെച്ചതാണല്ലോ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മൾ 4ാമത്തെ സ്റ്റേജ് ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന. അടുത്ത നമുക്ക് നൈറ്റാണ്. നമുക്ക് നൈറ്റിലോട്ട് എടുക്കാം. നൈറ്റ് കൂട്ടുന്നാണ്ട് സീന. സീൻ മോനെ തലക്കിട്. ഒരു മിനിറ്റ് ഗായ്സ്. നമ്മളിപ്പോൾ നെയിൽ ചെയ്ത് നമ്മളിപ്പം വലിയ
ലെവലിലോട്ടാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. വേഗം തീർക്കണം ഈ ലെവലെല്ലാം. നമ്മളിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അതേ ഉള്ളൂ. അടുത്ത നമുക്ക് 3 സ്റ്റാർ മേടിക്കാം. ആ 1 സ്റ്റാർ. നമുക്ക് ബിഷപ്പിനെ എടുക്കാം. മാമൻ നമ്മളിപ്പോൾ എല്ലാത്തിനും നമുക്കിപ്പോൾ എക്സലൻ്റ് ആകുവാണ്. തെറ്റിപ്പോയി ഗൈസ്. അങ്ങോട്ട് പോയി നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. SSS ഗൈസ്, ഇതെന്താ നമുക്ക് കിട്ടാഞ്ഞ്? ഓ നെയിൽ ടിറ്റ്. കണ്ടോ ആസം. ഇപ്പൊ നമ്മളിപ്പോ 6ാമത്തെ സ്റ്റേജ് ആണ്. ഇപ്പൊ വേഗം നമുക്ക് നെക്സ്റ്റ് ക്യാപ്ചർ ചെയ്യാം. ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. ഇതെന്തോ പറ്റിപ്പോയി. അങ്ങനെ കിട്ടും. ഇത് നമ്മളിങ്ങനെ വന്ന് കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും കഴിച്ച് വന്നേക്കുന്നത് ചിലപ്പോൾ. അപ്പം ഞാൻ വെറുതെ ഒന്ന് കാണിക്കുക. ഇപ്പം 7ാമത്തെ സ്റ്റേജാണ്. 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 3 സ്റ്റാർ ഹോട്ടൽ പോലെ ഇപ്പോൾ 3 സ്റ്റാർ ലീച്ചസ്. ഇത് നമുക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടത്. നമുക്കിങ്ങനെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാം. നമ്മൾ ഇതുവരെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ പെർഫെക്റ്റ് പഠിക്കാതിരുന്നില്ല. ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ഇത് പോകും. ഞാനിപ്പോൾ ഇത് കാണിക്കാം. കണ്ടോ ഞമ്മളോട്ട കള്ളി. ഇതാരാടാ കുട്ടപ്പൻ ചാച്ചന്? നമുക്ക് ആദ്യമേ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഇത് വെട്ടും. ഇങ്ങനെ കോമ്പാറ്റ്. നമുക്ക് അടുത്തത് നമുക്ക് ഇങ്ങനെ വെട്ടിയാൽ കാണിക്കാം. ടെസ്റ്റ് ഇങ്ങനെ വെട്ടിയ മൂക്ക് വന്ന് ഇങ്ങനെ നമ്മൾ വെട്ടും. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം. ബ്ലാക്ക് വേണ്ട ഈ സൈഡ്, ആ സൈഡ്. ആ സ്റ്റോക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇത് വെട്ടും. നമ്മളെന്താ ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയും പോകാൻ പറ്റത്തില്ല. നമുക്കൊരു കിട്ടും. അങ്ങനെയും പറ്റത്തില്ല. അതൊക്കെ ഒരു കാര്യം ചെയ്താലോ. ഇവിടെ ഇതിന് നമുക്ക് കൊണ്ടുവരും. നമുക്ക് ആദ്യമേ ഇത് നമുക്കിങ്ങനെ വെട്ടണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം ആദ്യമേ നമുക്ക് ഇതേണ്ട ഈ കുതിരക്കുട്ടനെ കൊണ്ട് ഈ ബിഷപ്പ് ഈ ആനക്കുട്ടനെ വെട്ടണം. ബിഷപ്പ്
ഈ കുതിരയ്ക്ക് ചെസ്സി വിളിക്കുന്ന നൈറ്റ് എന്നാണ്. ഇത് തേര് റൂക്കിനെ വെട്ടിയാൽ ഇങ്ങനെ ബിഷപ്പ് വന്ന് ഒന്നെങ്കിൽ നമ്മുടെ നേറ്റിനെ കൊണ്ടു അല്ലെങ്കിൽ നമ്മുടെ പവണിനെ കൊണ്ടു. അതൊക്കെ ആദ്യമേ ഇതിനെ വെട്ടണം. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ടെടുത്ത് വെക്കാം. അതും പറ്റത്തില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയും പറ്റത്തില്ല. അവിടെ ഇത് നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇങ്ങോട്ട് കൊണ്ടുപോകണം, അതും പറ്റത്തില്ല. എന്നെങ്കിൽ നമുക്കൊരു കാര്യം ഇത് മുഴുവൻ ഫേക്ക് കളിയാണല്ലോ വിളിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ആരെയാണോ കളിയുണ്ടത്? നമുക്ക് ഇങ്ങോട്ട് പോവാം. നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇത് മാറ്റാതെ നമുക്ക് നേരിട്ടിട്ട് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെ 9ാമത്തെ ലെവലാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ചെക്ക് ആക്കണം, ചെക്കിന് വരണം. ഓപ്പോണറ്റിനെ നമുക്ക് ചെക്ക് നമുക്ക് 1-നാക്കണം. ചെക്കിന് വരണം. അതുപോലെ നമുക്ക് കുറേ ചെക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പോകും. നോക്കാം, നിങ്ങൾക്ക് എല്ലാം ചെക്കും നമുക്ക് ശരിയാക്കാം. നമുക്ക് ഇങ്ങോട്ട് വെക്കാം, ചെക്കാവും. അപ്പം അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് അടുത്തത് നമ്മളാണ് വൈറ്റ്. അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ചക്കിന് വൺ അടുത്ത ചെക്ക് ഇങ്ങനെ വെച്ചാൽ പോകും. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് പിന്നെ ആയിട്ട് നമ്മളെ ഇരിക്കും. അപ്പം നമുക്ക് ഇനി ഇങ്ങനെ നൈസായിട്ട് ഇത് പോകാൻ കണ്ടത് നേരെ നമ്മൾ ഇത് എവിടെ വരെയാണ് ചെയ്യുക? ചെക്കിന് വന്ന് നമ്മളിപ്പം ഇതും കഴിഞ്ഞ് ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതും കഴിഞ്ഞല്ലോ. അടുത്ത നമുക്ക് ഔട്ട് ഓഫ് ചെക്ക് വെക്കാവേ. ചെക്കിനകത്ത് നമുക്ക് മാറണം, അത് ഔട്ട് ഓഫ് ചെക്ക്. നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇത് ഞാൻ പാർട്ട് 1 ആക്കാൻ പോവാണ്. മിക്കവാറും ഇത് ഞാൻ പാർട്ട് 1 ആക്കാൻ പോവാം. നമുക്ക് എന്തോ കൊണ്ടാ ചെക്ക്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് ചെക്ക് ഇതും കൊണ്ടല്ലേ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ വെട്ടണം. നമുക്കത് കഴിഞ്ഞ് ഇത് ഞാൻ മിക്കവാറും പാർട്ട് 1 ആക്കാൻ പോവാം. പാർട്ട് 1 ആക്കിയിട്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാനിത് പാർട്ട് 2 ആക്കും. അല്ലേ വേണ്ട, ഇത് പാർട്ട് 0 ആക്കിയിട്ട് നമുക്ക് അടുത്തതൊക്കെ പാർട്ട് 1 ആക്കാം. വേണോ? വേണ്ടല്ലോ. ഒരു തുള്ളി നേരവും കൂടെ ഉള്ള ഈ വീഡിയോ. നമുക്കിപ്പോൾ ചെക്കിലാണ് നമ്മളിപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റും കൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ഇത് നൈറ്റും കൊണ്ട് ചെക്കുമെന്നൊക്കെ ഒരു വരിയില്ല മോനെ. അപ്പോൾ നൈറ്റിനൊക്കെ വേറെ എന്തെങ്കിലും വെച്ചൊക്കെ തടയാനോ വല്ലതും നോക്കാം. ഔട്ട് ഓഫ് ചെക്ക് ഇത്ര ഉള്ളു ഇവിടെ കേൾക്കുന്നത്. ഔട്ട് ഓഫ് ചെക്ക്. നമുക്കിപ്പോൾ ചെക്കുണ്ട്. നമ്മുടെ ഈ ചെക്ക് ഇങ്ങനെ വെച്ചാൽ അടുത്ത നമ്മൾ വെയിറ്റിംഗ് വണ്ണിനാണ്. നമ്മളിപ്പോൾ 11ാമത്തെ സ്റ്റേജാണ് ഇതിപ്പോൾ കഴിഞ്ഞേക്കുന്നത്. വെയിറ്റിംഗ് വണ്ണ് ഇപ്പം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊടുക്കണം. വേണ്ട ഇപ്പം ഇത് വെച്ച് ഡിഫിക്കൽട്ടാണെന്ന് എനിക്ക് അടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട് കാണിക്കും. എന്നൊക്കെ ഒരു കാര്യം. ഇവൻ എന്തോ കുറച്ച് ഗ്ലോ ആകുന്നുണ്ട് കുറച്ച് എല്ലാം കൊണ്ട്.
ഇങ്ങോട്ട് വെച്ചാലും ഇത് കണ്ടു. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഇവനെ ചെക്ക് വെയിറ്റ് ആക്കണം. ചെക്കിൻ്റെ വെയിറ്റ് ചെക്ക് വെയിറ്റ് നമുക്കടുത്ത് നമ്മുടെ ബിഷപ്പ് ഈ കുന്താണം കൊണ്ടാണ് നമുക്കിപ്പോൾ ചെക്ക് വെയിറ്റ് ആക്കുന്നത്. ഇങ്ങോട്ട് വെച്ചാൽ എത്ര വെയിറ്റ് 1 ഒരു മൂവേ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുപോയല്ലോ സാരമില്ല. അടുത്താണ് നോക്കിയത് ഒരു കാര്യം ചെയ്യും ഇങ്ങനെ വിട്ടു. ആ വെയിറ്റ് വേണം. ആ പിന്നിലിരിക്കുമായിരുന്നു. നമ്മളിപ്പോൾ കണ്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വെട്ടിയ വെയിറ്റ് വേണ്ട. വേറെ ഒരു സൈലവും കൂടെ ഉണ്ടായിരുന്നില്ല. നമുക്കിങ്ങനെ അല്ലേ അപ്പോൾ നമുക്കിങ്ങനെ തന്നെ വെട്ടാം. നമ്മളെ ഇത് കണ്ടോ ഇങ്ങനെ വെട്ടുമ്പോൾ ഒരു മിനിറ്റ് ഇങ്ങനെ വെട്ടുമ്പോൾ ഇങ്ങനെ ഇത് ഇരിക്കുന്നുണ്ട്, പിന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ അടുത്ത ഇതിനകത്ത് വല്ലതും പറഞ്ഞു തരാം. മെയ്റ്റിൻ 1 നമ്മൾ പക്ഷെ മെയ്റ്റിൻ 2 ഇപ്പം ചെയ്യാൻ പോകുന്നത്. സിനിമാരൊക്കെ ഇത് എവിടുന്നാണോ തടഞ്ഞു വരുന്നത്? നമുക്ക് എല്ലാ മൂന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് പാസ്സായാലോ. നമ്മളെന്തോ നമ്മളിപ്പോൾ ചെയ്യണ്ടോ വെച്ചാലോ ആവോ നമുക്ക് ബോർഡ് അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിൾ അല്ലേ ഗായ്സ്? ബോർഡ് നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യും. ഗായ്സ് ഇത് ഞാനിപ്പോൾ പാട്ട് 1 ആക്കാൻ പോവാണ്. ഇതും കൂടി കയറിയിട്ട് ഞാനിപ്പോൾ ഇത് പാട്ട് 1 ആക്കാൻ പോവാം. ഗായ്സ് അങ്ങനെ നമ്മുടെ ഇത് കരിഞ്ഞിരിക്കുന്നു. ഒരു മിനിറ്റ്. ഇത് ഞാനിപ്പോൾ പാട്ട് 1 ആക്കാൻ പോകണം. അടുത്തൊക്കെ ഇപ്പോൾ പാട്ട് 2 ആക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ, മറക്കല്ലേ ആ കാര്യം. എന്നാൽ നമുക്ക് ഇത് പാട്ട് 1 ആക്കാൻ പോവാണ്. പാട്ട് 2 ആരും കാണാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് കമൻറ്റ്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്നാൽ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.